ചില സ്നേഹം നിറഞ്ഞവർ ഇന്നത്തെ ലേഖനഭാഗത്തിന് പൗലോസ്ലീഹ നമ്മളോട് പറയുകയാണ്, നിങ്ങളെല്ലാവരും അന്ധകാരത്തിന്റെ പുത്രന്മാരല്ല, മറിച്ച് നിങ്ങളെല്ലാവരും പകലിന്റെ പുത്രന്മാരാണ്, വെളിച്ചത്തിന്റെ പുത്രന്മാരാണെന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളായിട്ട് വ്യാപിക്കും, വെളിച്ചത്തിന്റെ പ്രവർത്തികൾ ചെയ്യും എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന് പറഞ്ഞാൽ തിന്മയുടേതായിട്ടുള്ള പ്രവർത്തികളെല്ലാം വിട്ടറിഞ്ഞ് ദൈവത്തിൻ്റെതായിട്ടുള്ള, വെളിച്ചത്തിൻ്റെതായിട്ടുള്ള, നന്മയുടേതായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യണം എന്ന് പറയുകയാണ്. നമ്മളെല്ലാവരും ക്രിസ്മസിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചുള്ള വചനങ്ങൾ ഇപ്രകാരം നമ്മൾ വായിക്കുകയാണ്. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനം വലിയൊരു ഉദയരശ്മി കണ്ടു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? എന്ന് പറഞ്ഞാൽ രാത്രിയുടെ മക്കളായി കഴിഞ്ഞിരുന്നവര് പുതിയൊരു പ്രകാശം കാണുകയാണ്. അവർക്ക് പ്രകാശത്തിന്റെ മക്കളായിട്ട് ജീവിക്കാനുള്ള ഒരു ക്ഷണം വരികയാണ്. ക്രിസ്തുവാകുന്ന പ്രകാശം അവരുടെ മേലിരിക്കുകയാണ്. ക്രിസ്മസിനായിട്ട് നമ്മൾ ഒരുക്കുന്ന സമയത്ത് ഇന്നത്തെ വചനഭാഗത്തിലുള്ള പൗലോസ്ലീഹ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ പ്രകാശത്തിന്റെ മക്കളാണ്, പ്രകാശത്തിന്റെ മക്കളെ പോലെ വ്യാപിക്കും. ഇന്നത്തെ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ പ്രകാശത്തിന്റെ പ്രവർത്തികൾ ചെയ്യാനായിട്ട് ഈശോയാകുന്ന പ്രകാശത്തിലേക്ക് കടന്നു വരാനും ആ പ്രകാശത്തിൻ്റെതായ പ്രവർത്തികൾ ചെയ്യുവാനുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട്